പ്രിയമുള്ള സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. വളരെ പ്രധാനപ്പെട്ടതും ഞെട്ടിക്കുന്നതുമായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നമ്മുടെ സംസ്ഥാനത്തെ ധനകാര്യമന്ത്രി തന്നെയാണ് ഇത് സംബന്ധിച്ചുള്ള അറിയിപ്പ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. കേരളത്തിൽ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന എല്ലാ ആളുകളും ഈ ഒരു കാര്യവും ശ്രദ്ധിക്കണം. വളരെ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ്. നിങ്ങൾക്ക് ആനുകൂല്യം ലഭിക്കേണ്ട 1600 രൂപ വളരെയധികം ആളുകൾ അനർഹമായിട്ട് വാങ്ങുന്നതിൻ്റെ ചില റെക്കോർഡുകൾ സഹിതമാണ് ധനമന്ത്രി ഇപ്പോൾ അറിയിപ്പ് നൽകിയിരിക്കുന്നത്. എല്ലാവരും ഈ ഒരു വീഡിയോ പൂർണ്ണമായും കാണുക. ഈ തുക കൈപ്പറ്റുന്ന ആളുകൾ ആരാണ് എന്ന് കേട്ടാലാണ് ശരിക്കും നിങ്ങൾ ഞെട്ടാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ പൂർണ്ണമായും കാണുക, ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ ഒരു വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക. വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ്. നമുക്കറിയാം, സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് 1600 രൂപയാണ്. വെറും 1600 രൂപ കേരളത്തിലെ ജനങ്ങൾക്ക്, അല്ലെങ്കിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ക്ഷേമ പെൻഷൻ ആനുകൂല്യങ്ങൾ വേണ്ട ആളുകൾക്കാണ് സംസ്ഥാന സർക്കാർ തുക വിതരണം ചെയ്യുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ ഒരു സഹായം ഇതിനകത്ത് ഉണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷേ ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പെൻഷൻ വാങ്ങുന്ന വിഭാഗക്കാരെന്ന് പറയുന്നത് സർക്കാർ ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകളാണ്. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് 10,000, 20,000, 25,000, 15,000, 30,000 ഒക്കെ പെൻഷൻ വാങ്ങുന്ന ആളുകളാണ്. അവർക്ക് മറ്റൊരു തരത്തിലുള്ള പെൻഷൻ്റെ ആവശ്യവുമില്ല, കാരണം അവർക്ക് ഉയർന്ന പെൻഷൻ തുക ലഭിക്കുന്നുണ്ട്. ഈ പെൻഷൻ വാങ്ങുന്ന ചിലരിൽ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. അതായത് സർക്കാർ ഉദ്യോഗസ്ഥരായിട്ടുള്ള 1500ഓളം പേർ സാമൂഹ്യ ക്ഷേമ പെൻഷൻ വാങ്ങുന്നുണ്ടെന്ന് മന്ത്രി KN ബാലഗോപാൽ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന ഫയലിൽ നിന്നാണ് ഇത് വെളിവായത് എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത്. ഇവർക്കെതിരെ നടപടി വരേണ്ട സാഹചര്യമാണ് എന്നും ഇപ്പോൾ മന്ത്രി അറിയിച്ചിരിക്കുകയാണ്. ഇതര മേഖലയിൽ ശമ്പളം വാങ്ങുന്നവർ പെൻഷൻ വാങ്ങാൻ പാടില്ല എന്ന് മുൻപ് തന്നെ അറിയിച്ചിട്ടുള്ളതാണ്. തിരുവനന്തപുരം നഗരത്തിൽ സാമൂഹിക ക്ഷേമ പെൻഷൻ വാങ്ങുന്ന 100 പേരെക്കുറിച്ച് പഠനം നടത്തിയപ്പോൾ സിനിമാ നിർമ്മാതാക്കളുടെയും ബിസിനസ്സുകാരുടെയും വീട്ടുകാർ വരെ പെൻഷൻ വാങ്ങുന്നതായിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. കേരളത്തിൽ ജനസംഖ്യയുടെ 17% 65 വയസ്സിന് മുകളിലുള്ളവർ. അതിനേക്കാൾ കൂടുതൽ പേർ സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്നുമുണ്ട്. ശ്രദ്ധിക്കണം, നിങ്ങളൊന്ന് ഓർക്കണം. സർക്കാർ ജോലിയുള്ള യുവന്മാർ സാധാരണക്കാരന് അവർക്ക് ലഭിക്കുന്ന തുച്ഛമായ വരുമാനത്തിൽ പോലും, അല്ലെങ്കിൽ തുച്ഛമായിട്ടുള്ള പെൻഷനിൽ പോലും കൈയിട്ട് വാരുന്ന ഇതുപോലെയുള്ളവന്മാരെ എന്താണ് വിളിക്കേണ്ടത്? ഇവനെയൊക്കെ ഏതൊക്കെ രീതിയിലാണോ, ഇവരെയൊക്കെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടേണ്ട സാഹചര്യം, അല്ലെങ്കിൽ ഇവനെയൊക്കെ തീർച്ചയായിട്ടും ഇവൻ്റെയൊക്കെ ഈ ഒരു ജോലി കാലാവധി കഴിയുന്ന സമയത്ത് പെൻഷൻ പോലും കൊടുക്കല്ലാത്ത സാഹചര്യം. നമ്മളിത് മുൻപ് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സംസ്ഥാന സർക്കാരിൽ അല്ലെങ്കിൽ സർക്കാർ ജോലിയുള്ള ആളുകൾ ക്ഷേമ പെൻഷൻ കൈവറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ ആർത്തി എന്തുമാത്രമുണ്ട്. സാധാരണ ജനങ്ങൾക്ക് ലഭിക്കേണ്ട ഇപ്പോൾ 1500 പേരുടെ എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഇത് എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം തീർച്ചയായിട്ടും പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. അതിനുശേഷം കർശനമായിട്ടുള്ള നടപടി, ഇവർക്കെതിരെ മറ്റുള്ള നിയമ നടപടികളും ആയിട്ട് തന്നെ സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകേണ്ടതിൻ്റെ ആവശ്യകത വളരെ കൂടുതലാണ്. പിച്ചച്ചട്ടിയിൽ പോലും കൈയിട്ട് വാരുന്ന ഇതുപോലെയുള്ളവന്മാരെ തീർച്ചയായിട്ടും ഗവൺമെൻറ് ജോലിയിൽ നിന്ന് പുറത്ത് നിർത്തേണ്ട ഒരു സാഹചര്യമാണ്. മുൻപ് തന്നെ എത്ര തവണ പറഞ്ഞിരിക്കുന്നു, മറ്റുള്ള സർക്കാർ ജോലി ഉൾപ്പെടെയുള്ള ആളുകൾ ഇതുപോലുള്ള ആനുകൂല്യങ്ങൾ കൈപ്പറ്റരുത് എന്നുള്ളൊരു കാര്യം. എന്നിട്ടും യാതൊരു തരത്തിലുള്ള ഉളുപ്പുമില്ലാതെ ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് കൈക്കൂലി വാങ്ങുന്നതിന് തുല്യമായിട്ടുള്ള നടപടി ചെയ്യുന്ന ഇതുപോലെയുള്ള ആളുകൾക്കെതിരെ കർശനമായിട്ടുള്ള ശിക്ഷ വേണം എന്നുള്ളതാണ് ഞങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ഇതുതന്നെയായാലും തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ ഒരു വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും പറയണം. കാരണം ഈ ഒരു വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കണം. പ്രത്യേകിച്ച് സർക്കാർ ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകൾ ഇതുപോലെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർക്കെതിരെ വലിയ രീതിയിലുള്ള നടപടി ഉണ്ടാകണമെന്നുള്ളതാണ് അതിൻ്റെ ഒരു വശമായിട്ട് നമുക്ക് പറയാം.